അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ പ്രതിസന്ധി കനക്കുന്നു. നിരപരാധിത്വം തെളിയിക്കാതെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങില്ല എന്ന നിലപാട് ശ്വേതാ മേനോൻ വ്യക്തമാക്കിയതോടെ ചേരിപ്പോര് രൂക്ഷമാവുകയാണ്. അതിനിടെ അമ്മ എക്സിക്യൂട്ടീവിൽ നിന്ന് ജോയി മാത്യുവും രാജിവെച്ചു. സംഘടനയിൽ ഇപ്പോൾ പഴിചാരൽ മാത്രമെന്നും ലക്കും രകാനുമില്ലാത്ത അവസ്ഥയെന്നും ജോയി മാത്യു 24-നോട് പ്രതികരിച്ചു. അത് ഞാൻ 2 മാസം മുമ്പ് തന്നെ ഒരു രാജിക്കത്ത് പ്രസിഡന്റ് കൊടുത്തിരുന്നു. അവർ പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്തില്ല. ഒരു ലക്കും ലഗാനും ഇല്ലാത്തൊരു കമ്മിറ്റിയായി മാറിയത്. കാരണം കാര്യപ്രാപ്തിയില്ല, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വിവേകമില്ല, പിടിപ്പുകേട്, പിന്നെ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലും ഈ പോലീസ് കേസും. ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. അതിൻ്റെ എല്ലാ മാന്യതയും പോയി. ഇതൊരു വിഴുപ്പലക്കൽ കേന്ദ്രമായി മാറി. അപ്പോൾ ഇത് ഇമോഷൻ്റെ പുറത്ത് ഞാൻ രാജിവെക്കുന്നു, ഞാൻ ഇറങ്ങിപ്പോകുന്നു പറയുകയും തിരിച്ചു വന്നിട്ട് ഞാൻ രാജിവെക്കുന്നില്ല, ഞാനിപ്പോഴും തുടരുന്നു എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ വലിയൊരു പൊരുത്തക്കേടൊക്കെയുണ്ട്. അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ കോടതിയെ സമീപിച്ചേക്കും. വിപിൻ സി വിജയനുകളും ചേർന്നു. വിപിൻ, അതിലെ പ്രധാനം ബൈലോയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അഡ്ഹോക് കമ്മിറ്റിയെ പറ്റി പരാമർശമില്ല എന്ന് മാത്രമല്ല, ഒരു ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞാൽ അടുത്ത ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വരുന്നതുവരെ നിലവിലുള്ള സമിതി സ്റ്റാറ്റസ് കോ, ആ ഭരണസമിതി തുടരും എന്നുള്ളതാണ് തന്നെ ബൈലോയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിയമപരമായി അത് നിലനിൽക്കുന്ന വാദമാണ്. കോടതിയിലേക്ക് ഒക്കെ പോയി വീണ്ടും സങ്കീർണമാവാനുള്ള വഴി കാണുന്നു വിപിൻ. ആഷ്മി, അമ്മ ഒരു വിഴുപ്പലക്കൽ കേന്ദ്രമാണെന്ന് പറഞ്ഞ് ഇപ്പോൾ അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന, കഴിഞ്ഞ ഭരണസമിതിയിലെ എക്സിക്യൂട്ടീവ് അംഗവും കൂടി ആയിരുന്ന ജോയ് മാത്യു കൂടി രാജിവെച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇതുവരെ 3 പേരാണ് ആ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്, ഔദ്യോഗികമായി രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. ജോയ് മാത്യു, ഒപ്പം തന്നെ ജയൻ ചേർത്തല, പിന്നീട് കൈലാഷ്, ഇങ്ങനെ 3 പേർ മാത്രമാണ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റുള്ളവർ രാജിവെച്ചിട്ടില്ല. പക്ഷേ അത് പ്രഖ്യാപിച്ചത് ജൂൺ 21-ാം തീയതി ജനറൽ ബോഡി നൽകിയ അത് വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തുകയും ഭരണസമിതിക്കെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ അന്ന് ശ്വേതാ മേനോൻ തന്നെയാണ് താൻ ഔദ്യോഗികമായിട്ട് രാജിവെക്കുന്നു, ഭരണസമിതി രാജിവെക്കുന്നു, താൻ അമ്മയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ആ ഒരു രാജി താൻ വെക്കുന്നില്ല, അല്ലെങ്കിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഇവിടെ നിന്നും ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാവുമ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു നിയമപരമായിട്ടുള്ള സാധ്യതയാണ് ചോദ്യം ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇവരുടെ ബൈലോയിൽ അഡ്ഹോക് കമ്മിറ്റിയെക്കുറിച്ച് പറയുന്നില്ല. ഒരു ഭരണസമിതി മാറുകയാണെങ്കിൽ അടുത്ത ഭരണസമിതി, മോഹൻലാൽ അധ്യക്ഷനായിരുന്ന സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. ആ സമിതി കഴിഞ്ഞപ്പോൾ തന്നെ ഇലക്ഷൻ നടത്തുകയും അടുത്ത കമ്മിറ്റി നിലവിൽ വരികയും ചെയ്തു. പിന്നെ തനിക്ക് എന്തുകൊണ്ടാണ് നീതി ലഭിക്കുന്നില്ല എന്നുള്ളത് കൂടി ശ്വേതാ മേനോൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷേ അവർ ഇതുവരെയും മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ പ്രതികരണങ്ങൾ എല്ലാം തന്നെ നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം, അഡ്ഹോക് കമ്മിറ്റി വരാനുണ്ടായ സാഹചര്യം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ആ ഘട്ടത്തിൽ അമ്മ ഉണ്ടായിരുന്നത് എന്നുള്ളത് കൂടിയാണ് ഒരു വിഭാഗം പറയുന്നത്. കാരണം ഒരു അഡ്ഹോക് കമ്മിറ്റി ഇപ്പോഴത്തെ ഈ പോലീസ് കേസും പരസ്പരം ചേരിതിരിഞ്ഞ് അത് വലിയ രീതിയിൽ മതപരമായിട്ടടക്കം പറയാവുന്ന, ഒരു വിമർശിക്കാവുന്ന ഒരു നിലയിലേക്ക് കൈവിട്ട സമയത്താണ് ജഗദീഷിന്റെ നേതൃത്വത്തിൽ ഒരു അഡ്ഹോക് കമ്മിറ്റിക്ക് വേണ്ടിയിട്ടുള്ള രൂപീകരണ ചർച്ച നടക്കുന്നതും ഇപ്പോൾ കൺവീനറായി രമേശ് പിഷാരടി MLA തന്നെ തീരുമാനിക്കുകയും ആ അഡ്ഹോക് കമ്മിറ്റി അതിൻ്റെ ആദ്യത്തെ യോഗങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് കൂടിയാണ് വലിയ ഒരു പോർക്കളം, അല്ലെങ്കിൽ ഒരു വലിയ തർക്കത്തിന് ഇടവരുത്തിക്കൊണ്ട് താൻ രാജിവെക്കുന്നില്ല എന്നുള്ളത് ശ്വേതാ മേനോൻ പ്രഖ്യാപിക്കുന്നത്. കുക്കു പരമേശ്വരനും ഇതുവരെ രാജിക്കത്ത് നൽകിയിട്ടില്ല. ഇനി എങ്ങനെയാണ് അമ്മയുടെ നേതൃത്വം ആരാണ്, എന്താണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അവ്യക്തത നിലനിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും അഡ്ഹോക് കമ്മിറ്റിയുമായി മുന്നോട്ട് പോകാൻ ഒരു വിഭാഗം തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്നലെ ഗണേഷ് കുമാർ ആ രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കോടതിയിലേക്ക് വരാനും കോടതി കയറാനുമുള്ള സാധ്യതയാണ് നിൽക്കുന്നത്. അതിനു മുൻപ് ഒരു അനുനയ ശ്രമത്തിനായി മുതിർന്ന താരങ്ങൾ തന്നെ ഇടപെടണമെന്ന ആവശ്യം ഒരു വിഭാഗം ഇതിനോടകം തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇതിലൊന്നും ഇടപെടാതെ നിൽക്കുന്നവർ, ഇനിയും മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ മൗനം വെടിയണമെന്നും കൃത്യമായി ഇക്കാര്യങ്ങളിൽ ഇടപെടണം എന്നുള്ള ഒരു ആവശ്യം ഉയരുന്നുണ്ട്. ഭരണസമിതിയിൽ നിന്ന് കൂടുതൽ രാജി ഉണ്ടാകാനുള്ള സാധ്യത, അതായത് പ്രഖ്യാപിച്ച് രേഖാമൂലം തന്നെ രാജി വരാനുള്ള ഒരു സാധ്യത കൂടെയാണ് ഇപ്പോൾ അമ്മയിൽ തിരിയുന്നത്. ഈ ഭരണസമിതി രാജിവെച്ചതിന് ശേഷം അതിനൊരു അനുനയം ഉണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് കുറവ് വരും പ്രശ്നങ്ങൾക്ക് എന്നുള്ളതാണ് കരുതിയെങ്കിൽ അത് കൂടുതൽ കടുക്കുകയായിരുന്നു. ഗ്രൂപ്പിസം, ഓരോ ആളുകൾ അവരവരുടെ നേതൃത്വത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് നിലവിൽ അമ്മ നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധിയും. ആഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.